വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാച്ചുറൽ IVF ട്രാൻസ്ഫർ സൈക്കിളിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല, റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ നടക്കുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ സക്സസ് ആകുന്നില്ല, IVF ഫെയിൽ ആകുവാണ് എങ്കിൽ നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് സൈക്കിളിനെ പറ്റിയും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ പ്രൊസീജിയറിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള എഗ്സ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെ എംബ്രിയോസ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ IVFൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ ആ എംബ്രിയോസ് ഇംപ്ലാന്റ് ആയിട്ടില്ല എങ്കിൽ, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ നടന്നിട്ടുണ്ട് എങ്കിൽ, IVF ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച ആ എംബ്രിയോസ് യൂസ് ചെയ്തിട്ട് പിന്നീട് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ നടത്താവുന്നതാണ്. ഫ്രോസൺ എംബ്രിയോസ് ഉണ്ടെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ് കറക്റ്റ് ആക്കാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തേതാണ് ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് സൈക്കിൾ. അതിൽ ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻസ് തരും. അവിടെ നിങ്ങളുടെ നാച്ചുറൽ സൈക്കിളിനെ റീമേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈസ്ട്രജൻ തരും, പ്രൊജസ്ട്രോൺ തരും, പിന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ. ചില പേഷ്യൻസിന് പ്രൊഗൈനോവ, ഈസ്ട്രാബെറ്റ്, ഈസ്ട്രാഡയോൾ, വാൽറേറ്റ് എന്നൊക്കെയുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ അത് സ്യൂട്ട് ചെയ്യാറില്ല. അവർക്ക് ചിലപ്പോഴൊക്കെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ പേഷ്യൻസിൽ നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസ് ആണെങ്കിൽ അവർ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് സൈക്കിളിൽ പ്രഗ്നൻ്റ് ആകാറില്ല. അപ്പോഴും ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് സൈക്കിളിൽ യൂട്രസിൻ്റെ ലൈനിങ് റിസെപ്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ചെയ്തു നോക്കും. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫറിൽ മെഡിസിൻസ് കുറവായിരിക്കും. അതിൽ ഒരുപാട് ഫിസിയോളജിക്കൽ രീതിയിലാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫറിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, മെനോപോസ് ആയ സ്ത്രീകളിൽ ഈ ഒരു ട്രാൻസ്ഫർ നടത്താൻ സാധിക്കില്ല. ഓവുലേഷൻ്റെ ടൈമിങ്ങിൽ എംബ്രിയോസിനെ യൂട്രസിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. PCOS, PCOD പ്രോബ്ലം ഉള്ളവർക്കൊക്കെ എഗ് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. ഇതിൽ പിന്നെ ക്യാൻസലേഷൻ റേറ്റ് ഒരുപാട് കൂടുതലാണ്. ഇവിടെ ഫോളിക്കിൾ റപ്ചർ ആകുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെയും ഹോസ്പിറ്റലിൽ വരേണ്ടി വരും. അതുകൊണ്ടാണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് സൈക്കിൾ ചെയ്ത് ലൈനിങ് ഉണ്ടാക്കണോ അതോ നാച്ചുറൽ സൈക്കിൾ ആണോ ചെയ്യുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് സൈക്കിൾ ചെയ്യാനായിരിക്കും. അപ്പോൾ അതിൽ ക്യാൻസലേഷൻ ഇല്ല, ഡോക്ടറുടെ അടുത്തുള്ള വിസിറ്റ്സ് കുറവായിരിക്കും. അപ്പോൾ അവിടെ ലൈന് ആകുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും ചെയ്തിട്ടും പേഷ്യൻസ് പ്രഗ്നൻ്റ് ആകുന്നില്ല, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ നടക്കുന്നു, IVF സക്സസ് ആകുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മെഡിസിൻസ് കൊണ്ട് റാഷസ്, അലർജി ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ നാച്ചുറൽ സൈക്കിളിലോട്ട് സ്വിച്ച് ചെയ്യും. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ഒരുപാട് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. ഇതിൽ യൂട്രസിൻ്റെ ലൈനിങ് തനിയെയാണ് നേരെയാകുന്നത്. ഫോളിക്കിൾ റപ്ചർ ആകുന്ന ടൈം, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്ന ടൈം അതേ ഹോർമോൺസ് വെച്ചാണ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. പിന്നെ 12 ആഴ്ച വരെ ഒരുപാട് മെഡിസിൻസ് ആവശ്യം വരില്ല. പിന്നെ ചില പേഷ്യൻസിൽ ഒരുപാട് പ്രാവശ്യം എംബ്രിയോ ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷവും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല, IVF ഫെയിൽ ആകുന്നുണ്ട് എങ്കിൽ അതിനെയാണ് റെക്കറൻറ്റ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ കൺസീവ് ആകാറുണ്ട്. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റുമാണ്, ഒരു കലയുമാണ്. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ വെച്ച് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് സൈക്കിൾ ചെയ്തിട്ട് പിന്നെയും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തവർക്ക്
പ്രഗ്നന്റ് ആകാൻ സാധിക്കും. പക്ഷേ എല്ലാ ഡോക്ടേഴ്സിനും നാച്ചുറൽ സൈക്കിൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇംപ്ലാന്റേഷൻ ഫെയിലിയർ സംഭവിക്കുന്നുണ്ടെങ്കിൽ, IVF ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ചെയ്യാൻ പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുക, നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ ചെയ്യിക്കുക. നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫറിൽ ഒരുപാട് മെഡിസിൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ മെഡിസിൻ്റെ കോസ്റ്റും കുറയും, മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സും കുറയും. അപ്പോൾ നിങ്ങൾക്ക് IVF ഫെയിൽ ആകുന്നുണ്ട് എങ്കിൽ നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫർ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്ത് നാച്ചുറൽ സൈക്കിൾ ട്രാൻസ്ഫറിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ FB പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് ഡിയേഴ്സ്.